മാലയായാലോ ഐപ്പിന്നും അതുപോലെ ബീഡും എടുക്കാം. എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് നന്നായി ഫോൾഡ് ചെയ്ത് റൗണ്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കുറച്ചധികം പീസ് ഉണ്ടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിന് 3 വരുന്ന 2 ലെയറും 5 വരുന്ന 2 ലെയറും ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു ചെയിൻ എടുത്ത് ആവശ്യമുള്ള നീളത്തിൽ ചെറുതും വലുതുമായി കട്ട് ചെയ്തെടുക്കാം. ഈ ചെറിയ പീസിൻ്റെ ഉള്ളിലേക്ക് 3 വരുന്ന ആ ഒരു ബീഡ്സ് ഇട്ട് കൊടുക്കാം. വലിയതിലേക്ക് 5 വരുന്നതും ഇട്ട് കൊടുക്കാം. എക്സ്ട്രാ ഇതുപോലെ ഒരു ചെയിൻ എടുത്ത് 2 ലെയറായി കട്ട് ചെയ്തെടുത്തിട്ട് ആ 3 വരുന്ന പീസിൻ്റെ ഒരു ഭാഗത്ത് കൂടിയിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിലും ഇതുപോലെ അതിൻ്റെ മറ്റേ എൻഡ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ലോക്കായ പോലെ ഒരു ചെയിനായി കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ കണ്ടാൽ മനസ്സിലാവും. നമ്മളിത് നന്നായി ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടതാ ഇതുപോലെ വന്നിട്ടുണ്ട്. താഴത്തെ പീസും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒരു കട്ടിംഗ് സ്പ്രിങ് എടുത്തിട്ട് ഇതിൻ്റെ ഒരു സൈഡിൽ ലോക്ക് ചെയ്തെടുക്കാം. ശേഷം ഫിഷ് കൊളുത്തിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കാം. മറ്റേ സൈഡിൽ ഇതുപോലെ കട്ടിംഗ് സ്പ്രിങ് മാത്രമായിട്ട് ലോക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അടിപൊളി മാല തയ്യാറായിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.